ഹായ് ദൃശ്യം 3 എന്ന സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചു. ഒഫീഷ്യലായി തന്നെ അവർ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മെയ് 21 ഏപ്രിൽ 2 റിലീസ് ചെയ്യേണ്ട സിനിമ മെയ്യിലേക്ക് മാറ്റിയിരിക്കുന്നു. ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ദൃശ്യം 3 എന്ന സിനിമയ്ക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 2 തന്നെയാണ്. അതിൽ പരം മികച്ചൊരു ഡേറ്റ് ഇനി കിട്ടാനില്ല എന്നുള്ളൊരു കാര്യം. എൻ്റെ ഒരു ചിന്താഗതി, ഏപ്രിൽ 2 റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ GCCയിലെ കളക്ഷൻ മാത്രമാണ് കുറച്ച് കുറയുകയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മികച്ച കളക്ഷൻ സിനിമയ്ക്ക് വരും എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ നമുക്ക് കൃത്യമായി അറിയുന്നു എന്തുകൊണ്ടാണ് സിനിമയുടെ റിലീസ് മാറ്റിയത് എന്ന്. പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, ആട് 3 മാർച്ച് 19 റിലീസ് ചെയ്തിട്ടും വമ്പൻ കളക്ഷൻ നേടുന്നുണ്ടല്ലോ, വിദേശ രാജ്യങ്ങളിലും കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും മികച്ച കളക്ഷൻ നേടുന്നുണ്ടല്ലോ, അപ്പോൾ ദൃശ്യം 3ക്ക് എന്താണ് പ്രശ്നം? ഏപ്രിൽ 2 റിലീസ്, വെക്കേഷൻ അല്ലേ എന്നുള്ളൊരു കാര്യമാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം ഇതാണ്. ഒന്ന്, ഇലക്ഷനാണ്. പക്ഷെ അതിനേക്കാളും വലിയ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ GCCയിലെ പ്രശ്നം തന്നെയാണ്. ആട് 3 മികച്ച കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ 3 ദിവസവും ആട് 3 എന്ന സിനിമ GCCയിൽ നിന്ന് 7 കോടി അല്ലെങ്കിൽ 7 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ഓരോ ദിവസവും. പക്ഷെ 4-ാം ദിവസം GCCയിൽ നിന്ന് വലിയൊരു കളക്ഷൻ ഇടിവാണ് സംഭവിച്ചത്. അതായത് 4-ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച GCCയിൽ വലിയ കളക്ഷൻ ഇടിവ് സംഭവിച്ചു. തിങ്കളാഴ്ചയും, അതായത് ഇന്നലെ, GCCയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇന്നും വളരെ ശോകമാണ്. അതായത് ആദ്യത്തെ 3 ദിവസം മാത്രമാണ് GCCയിൽ ആട് 3ക്ക് ശോഭിക്കാനായത്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ആട് 3 എന്ന സിനിമ ആദ്യ 3 ദിവസവും, അതായത് ഫസ്റ്റ് ഡേ 18 കോടിയും, രണ്ടാമത്തെ ദിവസം 23 കോടിക്ക് മുകളിലും, മൂന്നാമത്തെ ദിവസം 23 കോടിക്ക് മുകളിലും നേടി. പക്ഷെ 4-ാം ദിവസമായപ്പോൾ ഒരുപാട് താഴേക്ക് വന്നു. 5-ാം ദിവസമായ ഇന്നലെ വലിയ ഡ്രോപ്പ് ഉണ്ടായി. ഇന്ന് വളരെ ശോകമാണ്. അതായത് GCCയിൽ നിന്നും വലിയ രീതിയിലുള്ള കളക്ഷൻ ഇടിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൃശ്യം 3 എന്ന സിനിമ റിലീസായി കഴിഞ്ഞാൽ കേരളത്തിലും അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മികച്ച രീതിയിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് അവർക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ വലിയ തുകയ്ക്കാണ് GCCയിലെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. അതായത് വമ്പൻ തുക. ആ തുക അവർക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ GCCയിൽ നിന്ന് വലിയ കളക്ഷൻ അവർക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 50 കോടി അല്ലെങ്കിൽ 60 കോടി അവിടെ നിന്ന് കളക്ട് ചെയ്തു എന്ന് വരും. പക്ഷേ അത് പോരാ. അവിടുത്തെ വിതരണക്കാരന് ലാഭം ഉണ്ടാക്കാൻ വലിയ തുകയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് GCCയിൽ നിന്ന് കിട്ടും എന്ന് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ തുകയ്ക്ക് ഇതിന്റെ വിതരണം വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആട് 3 നേടിയതുപോലുള്ളൊരു കളക്ഷൻ ദൃശ്യം 3 നേടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദൃശ്യം 3യുടെ GCCയിലെ വിതരണക്കാരന് വമ്പൻ നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. നമ്മൾ പറയുമ്പോൾ കോടികളുടെ കണക്കായിരിക്കും പറയുക, പക്ഷെ അവിടെ വമ്പൻ നഷ്ടമായിരിക്കും. GCCയിൽ വമ്പൻ കളക്ഷൻ, അതായത് ആട് 3 നേടിയതിന്റെ 3-4 മടങ്ങ് ഇരട്ടി കളക്ഷൻ നേടിയാൽ മാത്രമേ ദൃശ്യം 3 വിതരണത്തിനെടുത്ത ആൾക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. വലിയ രീതിയിലുള്ള കളക്ഷൻ അവിടെ നിന്ന് വരണം. അപ്പോൾ GCCയിലെ പ്രശ്നം തന്നെയാണ് റിലീസിംഗ് മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം. ദൃശ്യം 3 എന്ന സിനിമ വലിയ കളക്ഷനിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ കളക്ഷനിലേക്ക് ദൃശ്യം 3 പോകും. അപ്പോൾ അതിനൊരു കുറവ് വരാൻ പാടില്ല എന്ന് അവർക്ക് നിർബന്ധമുണ്ട്. പിന്നെ GCCയിൽ വലിയ തുകയ്ക്ക് വിതരണത്തിനെടുത്ത ആൾക്ക് നഷ്ടമുണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മെയ് 21 മാറ്റിയിരിക്കുന്നത്. തീർച്ചയായും മെയ് 21 ഒരു മോശം ഡേറ്റ് ഒന്നുമല്ല, നല്ല ഡേറ്റ് തന്നെയാണ്. GCCയിലെ പ്രശ്നമില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് ഏപ്രിൽ 2 തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റും മോശമല്ലാത്ത ഒരു ഡേറ്റ് തന്നെയാണ്. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.